ഹായ് ഹലോ. ഇന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയായിട്ടൊരു കല്ലുമ്മക്കായ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫ്രൈ ആട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ ഇനി നമുക്കിതാ കല്ലുമ്മക്കായ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള കല്ലുമ്മക്കായാണ്. അപ്പോൾ ഒരുപാട് നേരം നമ്മളിത് വെള്ളം വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ച് വെള്ളത്തിലൊന്ന് തൊലി അടുക്ക് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് അതിൻ്റെ തോടങ്ങ് കളഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മളിപ്പം കാശ്മീരി ചില്ലി പൗഡറായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മതിയാവട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് എരിവായി പോവും. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുന്നുണ്ട്. ആവശ്യമുള്ള ഉപ്പും 1 ടീസ്പൂണും നമ്മൾ വെളിച്ചെണ്ണ ആട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിലും ചേർക്കേ. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് വേറെ പൊടികൾ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ ഓയിൽ വെളിച്ചെണ്ണ അത് മാത്രമായിട്ടോ ചേർക്കുന്നുള്ളൂ. നമ്മൾ ഒരുപാട് പൊടികളൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ കല്ലുമ്മക്കായുടെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ പൊടികളൊന്നും ഈ ഒരു സമയത്ത് കല്ലുമ്മക്കായിലേക്ക് ചേർക്കുന്നില്ല. ഇനി വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള കല്ലുമ്മക്കായ ആയതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ അങ്ങ് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പം ഇതിലുള്ള വെള്ളം അങ്ങ് ഇറങ്ങി വരും കേട്ടോ. കല്ലുമ്മക്കായിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അതങ്ങ് ഇറങ്ങി വന്നിട്ട് അതൊന്ന് വറ്റിച്ചെടുത്ത് നമ്മളെ കല്ലുമ്മക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ആ ഒരു സമയത്താട്ടോ നമുക്കിനി ബാക്കിയുള്ളതൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ കല്ലുമ്മക്കായിലെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇതൊന്ന് വറ്റിച്ച് നമുക്കൊന്ന് ഇതൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാകും. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം ഒന്ന് പെട്ടെന്ന് അങ്ങ് വറ്റി കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കല്ലുമ്മക്കായിനെ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നില്ല. ഈ രീതിക്കാട്ടോ ചെയ്യുന്നുള്ളൂ. നന്നായിട്ട് ഒന്ന് കളറൊന്ന് മാറി തുടങ്ങിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി കല്ലുമ്മക്കായി മാറ്റിയിട്ട് നമുക്ക് അതേ പാനിലേക്ക് തന്നെ വീണ്ടും 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതനുസരിച്ചിട്ട് അതെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ വീണ്ടും 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം, വെള്ളം കാച്ചുന്ന ജീരകമല്ല കേട്ടോ, വലിയ ജീരകമില്ല അതാണ് എടുത്തിട്ടുള്ളത്, പെരുംജീരകം. അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇതുപോലെ പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 2 സവാളയായിട്ട് എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. നല്ല നൈസായിട്ടല്ല കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിത് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിന് വേണ്ടതുകൊണ്ട് തന്നെ അധികം നൈസാക്കാതെ നമ്മൾ ഈ ഒരു പാകത്തിനാട്ടോ സവാള കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിനി വാടിക്കൊഴിഞ്ഞു പോയിട്ടുള്ള സവാളയൊക്കെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം ചെറുതായിട്ട് കടിക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത് തക്കാളി ആയിട്ട് മീഡിയം സൈസുള്ള ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി ആയിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. കഴിക്കുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇത് ഒരു പാകത്തിനായിട്ടുണ്ടേ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ. അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം കേട്ടോ. ഒരുപാടൊന്നും ചേർക്കുന്നില്ല. നമുക്ക് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രമേ കുരുമുളക് പൊടി ചേർക്കുന്നുള്ളൂ. അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ച മണം ഉണ്ടാവില്ല, ഗരം മസാലയുടെയും കുരുമുളകിൻ്റെ ഒക്കെ ഒരു പച്ച മണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ട് നമ്മൾ കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇതിലേക്ക് കല്ലുമ്മക്കായ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി നമ്മളിതൊന്ന് അടച്ച് വെക്കാട്ടോ ചെയ്യുന്നത്. ഒരുപാട് സമയം നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കല്ലുമ്മക്കായ റബ്ബർ പോലെ ആയിപ്പോട്ടാ. ഓൾറെഡി ഇത് വെന്ത കല്ലുമ്മക്കായ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് 1 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കല്ലുമ്മക്കായ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അടച്ച് വയ്ക്കുക ഒന്നും വേണ്ട കേട്ടോ. സംഭവം സെറ്റായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ചേർക്കാം കേട്ടോ. മല്ലിയില ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലെക്സ് ഉണ്ടല്ലോ, എരിവൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലെക്സും ചേർക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കല്ലുമ്മക്കായ ഫ്രൈ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും ദോശക്കും ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.